മാന്യ സദസ്സിന് വന്ദനം. എനിക്കിന്നൊരു സംശയം ചോദിക്കാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഓട്ടോറിക്ഷ സുഹൃത്തുക്കളോടാണ്. ഇത് മാന്യമായ രീതിയിൽ നല്ല രീതിയിൽ വാഹനം ഓടിക്കുന്നവർ എന്നോട് ക്ഷമിക്കുക, അല്ലാതെ വാഹനം ഓടിക്കുന്നവരോടാണ് എൻ്റെ സംശയം. ഇത് കുറേ നാളായിട്ടുള്ളൊരു സംശയമാണ്. അത് ആർക്കെങ്കിലും ഉത്തരം തരാൻ പറ്റുമായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നേ. അപ്പം ഞാൻ റൂമിലിരുന്ന് ചെയ്യാത്തതിൻ്റെ കാരണം ഇവിടെ എനിക്ക് കുറച്ച് ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനുണ്ട്. അന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കിത് മനസ്സിലാകത്തുള്ളൂ എന്താണ് എൻ്റെ സംശയം എന്ന്. കാണിച്ചു തരാം. അപ്പം നമ്മൾ ഒരു ബൈക്ക് അല്ലെങ്കിൽ കാർ ഓടിക്കുകയെന്ന് വെച്ചോ, നമുക്കൊരു യൂ ടേൺ എടുക്കണം. നമ്മളെന്താ സാധാരണഗതി ചെയ്യുന്നത്? നമ്മളിങ്ങനെ നേരെ പോകും. നേരെ പോയിട്ട് ഇടത്തോട്ടുള്ള ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് റോഡിൻ്റെ ഇടതുവശത്ത് കൊണ്ട് നിർത്തും. അതിനുശേഷം നമുക്ക് വലത്തോട്ടാണ് പോകേണ്ടത്. വലത്തോട്ട് ഇങ്ങനെ യൂ ടേൺ അടിക്കണം. അപ്പോൾ നമ്മൾ വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇടും. അതിൻ്റെ കൂടത്തെ നമ്മൾ റിവ്യൂ മിററിനകത്തോട്ട് നോക്കും, പുറകിടെ വാഹനം വരുന്നുണ്ടോ ഇല്ലയോ. പിന്നെ ഫ്രണ്ടിലോട്ട് നോക്കും. അതിനുശേഷം വാഹനമൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ കാറാണെങ്കിലും ബൈക്കാണെങ്കിലും തിരിച്ചുകൊണ്ട് നേരെ യൂ ടേൺ എടുത്തുകൊണ്ട് നമ്മൾ പോകും. ഇതാണല്ലോ നമ്മൾ സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ ചില ഓട്ടോറിക്ഷ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, ചില ഓട്ടോറിക്ഷ സുഹൃത്തുക്കൾ ഇവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കൊരു യൂ ടേൺ അടിക്കണം. ഇവരിങ്ങനെ കൊണ്ട് ഈ സൈഡിൽ കൊണ്ട് നിർത്തിയിട്ട് ഈ റിവ്യൂ മിററിനകത്തൂടെ നോക്കുകയോ അങ്ങനെയുള്ള പരിപാടി ചെയ്യത്തില്ല. ഇൻഡിക്കേറ്ററിൻ്റെ കാര്യം പോട്ടെ, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇവർ ചെയ്യുന്ന പരിപാടി എന്താണ്, ഇങ്ങനെ വന്നിട്ട് ഈ ഇടതുവശത്തോട്ട് ഇങ്ങനെ ചേർത്ത് നിർത്തിയില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ഇവർ ചെയ്യുന്ന പരിപാടി എന്താണ്, ഇങ്ങനെ ഒരൊറ്റ ഓടിച്ചിട്ട് ഇങ്ങനെ എന്നിട്ട് ഇതിനകത്തൂടെ നോക്കും. നേരിട്ട് വണ്ടി വല്ലതും വരുന്നുണ്ടോ ഇങ്ങനെ നോക്കും. വണ്ടിയുടെ ഒരു 3/4 ഭാഗത്തോളം റോഡിലാണ് കിടക്കുന്നത്. ഇങ്ങനെ കൊണ്ട് തിരിച്ചിട്ട് ഇങ്ങനെ ഒരു നിർത്താം. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഈ റിവ്യൂ മിററിനകത്തൂടെ നോക്കിയാൽ എന്നാ ഒന്നും കാണത്തില്ലേ? എൻ്റെ പൊന്നോ, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാം നിങ്ങൾ വഴിയിലോട്ട് കയറാനല്ല, ജസ്റ്റ് ഒന്ന് അങ്ങനെ കൊണ്ട് നിർത്തിയെന്നുള്ളെന്ന്. പക്ഷേ അല്ലാതെ കണ്ട് വരുന്ന ആൾക്കാരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ 50 കിലോമീറ്റർ 60 കിലോമീറ്റർ സ്പീഡിലൊക്കെ ആയിരിക്കും, അല്ല 40 കിലോമീറ്റർ സ്പീഡിലായിരിക്കും ബൈക്കാണ് വരുന്നത്. ഇത് കാണുമ്പോൾ അറച്ചു പോകും സുഹൃത്തുക്കളെ, നിങ്ങളത് മനസ്സിലാക്കണം. നമ്മൾ ഞെട്ടിപ്പോവുക. പെട്ടെന്ന് ഫ്രണ്ടാ പോകുന്ന ഒരു ഓട്ടോറിക്ഷ തേണ്ടാ കൊടുത്തിട്ട് ഇങ്ങനെ നിർത്തി, വഴിയിലോട്ട് ഇങ്ങനെ ഒറ്റ നിർത്ത്. എൻ്റെ പിന്നെ കയറി പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ ഉണ്ടല്ലോ തലയും കുത്തി താഴെ വരും, അല്ലെങ്കിൽ തെന്നും. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞു തരാമോ? ഇൻഡിക്കേറ്ററിൻ്റെ കാര്യം പോട്ടെ, നിങ്ങൾ ഇടണ്ട. നമ്മൾ സാധാരണ മനുഷ്യന്മാരുടെ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇൻഡിക്കേറ്റർ ഇടാം. ഓട്ടോറിക്ഷക്കാർക്കൊരു പ്രശ്നമുണ്ട്, എന്നാ അറിയുമോ? ഇവർക്ക് പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ട് അവിടുന്ന് സാങ്ഷൻ ആയിട്ട് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവർക്ക് ഇൻഡിക്കേറ്റർ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അല്ല പിന്നെ എങ്ങനെ പറയാതിരിക്കുന്നവർക്ക്? അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ ഞാൻ ഈ ചോദിച്ചെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നെഞ്ചത്തോട്ട് ആരും കയറാൻ വരണ്ട. എനിക്ക് കുറേ അനുഭവങ്ങളും ഞാൻ ഇതുപോലെ ഒരുപാട് പ്രാവശ്യം മേടിച്ചിട്ടുമുണ്ട്, തലംകുത്തി വീഴേണ്ടതുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അത് എന്തുകൊണ്ടാണെന്ന് നല്ലവരായിട്ടുള്ള ഓട്ടോറിക്ഷ സുഹൃത്തുക്കളൊന്ന് പറഞ്ഞു തരുമായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു.